ഇന്ത്യയിൽ കാളവണ്ടിയും സൈക്കിളും ഓടിക്കാൻ ലൈസൻസ് വേണമായിരുന്നു ഒരു കാലത്ത്. അന്നത്തെ ലൈസൻസ് മുഹമ്മദ് റഫീഖിന്റെ കയ്യിലുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെയും നെഹ്റുവിന്റെയും പ്രസംഗങ്ങൾ, മഹാത്മാഗാന്ധി സ്ഥാപിച്ച പത്രം, ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ, മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാൻ, അങ്ങനെ പലതുമുണ്ട് റഫീഖിന്റെ ശേഖരത്തിൽ. തന്നെ കാണാനെത്തുന്നവർക്ക് പുരാവസ്തുക്കളെക്കുറിച്ചുള്ള അറിവ് നൽകാൻ എപ്പോഴും സന്നദ്ധനാണ് കക്കാട് സ്വദേശിയായ ഈ മുഹമ്മദ് റഫീഖ്. മൺമറഞ്ഞുപോയ വ്യത്യസ്ത കാലഘട്ടങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഗ്രാമഫോണുകൾ, റെക്കോർഡ് പ്ലെയറുകൾ, റേഡിയോകൾ, വാൾവ് റേഡിയോ, റെക്കോർഡുകൾ, അതിന്റെ കാസറ്റുകൾ, വിവിധ തരം ഗ്രാമഫോണുകൾ, റെക്കോർഡുകൾ. 1943 ജൂൺ 26 നേതാജി സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ പ്രസംഗം, നെഹ്റു നടത്തിയ പ്രസംഗം തുടങ്ങി നീണ്ട നിര തന്നെയുണ്ട് കക്കാട് സ്വദേശി മുഹമ്മദ് റഫീഖിന്റെ പുരാവസ്തു ശേഖരണത്തിൽ. കാളവണ്ടി ലൈസൻസ് ഇത് മദ്രാസിൻ്റെ ആണ്. ഇത് ഏറ്റവും പഴക്കം ചെയ്യുന്നത് 38 ഒരു ഇതാണ്. പിന്നെ സൈക്കിൾ ലൈസൻസ്, ഉദാഹരണത്തിന് പിന്നെ റേഡിയോ ലൈസൻസ്. വിവിധ രാജ്യങ്ങളിലെ പുരാതന കാലം തൊട്ട ഇതുവരെയുള്ള കറൻസികളും നാണയങ്ങളും തൊട്ട വിവിധ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും ദിനപത്രങ്ങൾ, പ്രത്യേക സംഭവങ്ങൾ നടന്ന ദിവസങ്ങളിലെ പത്രങ്ങൾ, ഏറ്റവും ചെറിയ കറൻസി, ഏറ്റവും വലിയ കറൻസി, 1904 തായ്ലൻഡിലെ ബുള്ളറ്റ് നാണയം, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സൈക്കിൾ ലൈസൻസ്, മദ്രാസ് സർക്കാരിന്റെ കാലത്തെ കാളവണ്ടി ലൈസൻസ്, റേഡിയോ ലൈസൻസ്, മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാൻ എന്നിവയും റഫീഖിന്റെ ശേഖരണത്തിലുണ്ട്. ഇപ്പോൾ വാൾവ് റേഡിയോ, ക്യാമറ, പിന്നെ ഈ ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ കണ്ടില്ല 1938 അതിന് മുമ്പുള്ളതെന്ന് ഇപ്പം ചെക്ക് ചെയ്യേണ്ടി വരും. പുസ്തകങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്. പുസ്തകങ്ങളും പിന്നെ ലാൻഡ് ഫോണുകളാണ് എനിക്ക് ഏറ്റവും കളക്ട് ചെയ്യുന്നത്. ലാൻഡ് ഫോണിൻ്റെ ഏകദേശം ഒരു 20-ൽ കൂടുതൽ കളക്ഷൻ ഉണ്ട് എന്നാണ് എനിക്ക് ഓർമ്മയിൽ. ചെക്ക് ചെയ്യേണ്ടി 20-ൽ കൂടുതൽ ഉണ്ടാവണം. നമുക്ക് മുമ്പേ നടന്നുപോയ മനുഷ്യരുടെ ജീവിത രീതികൾ ആധുനിക തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും ചരിത്രം നേരിട്ടറിയാനും വരും തലമുറയ്ക്ക് ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആവാൻ കൂടിയാണ് റഫീഖിന്റെ ഈ ശേഖരണത്തിന്റെ ലക്ഷ്യം. അരിജൻ ബദന അതെനിക്ക് എൻ്റെ പെരിന്തൽമണ്ണുള്ള ഒരു സുഹൃത്തുക്കളാണ്. എനിക്ക് ഈ ക്ലബ്ബ് ഉണ്ട്. ക്ലബ്ബ് ഞങ്ങൾ അങ്ങനെ പുരാവസ്തുക്കളും ഇതൊക്കെ കളക്ട് ചെയ്യുന്നവർക്കുണ്ട്. അവരുടെ കൂടെ ഒരു എക്സ്ട്രാ തന്നപ്പോൾ എനിക്ക് തന്നതാണ്. ഒന്ന് കൂടുതലുണ്ടായപ്പോൾ തന്നതാണ്. എല്ലാം ഓരോരുത്തർ തരുന്നതും അല്ലാതെ എനിക്ക് ആദ്യം എൻ്റെ കയ്യിലുള്ളതൊന്നുമല്ല ഒന്നും. ഞാൻ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ നിന്ന് വന്ന ആളുമല്ല. എൻ്റെ താല്പര്യമായിരുന്നു. കുടുംബത്തിന് പിന്തുണയുണ്ട്. കുടുംബത്തിന് പിന്തുണ ഞാനത് വീട്ടിലിങ്ങനെ കിടക്കൂലല്ലോ. തന്റെ അടുത്ത് വരുന്നവർക്ക് പുരാവസ്തുക്കളെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകാൻ ഇപ്പോഴും സന്നദ്ധനാണ് ഇദ്ദേഹം. ഇനിയും കയ്യിൽ കിട്ടാത്ത വസ്തുക്കളുടെ അന്വേഷണത്തിലാണ് ഇപ്പോഴും റഫീഖ. ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങയെന്ന് വിശ്വസിക്കുന്ന ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ, ഏറ്റവും ചെറിയ ഖുറാൻ എന്നിവയും റഫീഖിന്റെ ശേഖരണത്തിൽ എടുത്തു പറയേണ്ടതാണ്. പഴയകാല എഴുത്തോലപ്പെട്ടി, എഴുത്തോല, കപ്പലിലെ ഫോൺ, അമൂല്യമായ നിരവധി ഗ്രന്ഥങ്ങൾ തുടങ്ങിയ അപൂർവമായ വസ്തുക്കളാണ് ഇദ്ദേഹം പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുന്നത്. കർണാടകയിലെ ശ്രീരംഗപട്ടണത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് റഫീഖ് തന്റെ ജന്മദിനത്തിൽ എല്ലാ വർഷവും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. അന്ന് സ്ഥലം MLA-യുടെ പ്രത്യേക പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട് തിരുപ്പൂരിൽ ബേക്കറി നടത്തി വരികയാണ്. സൽമയാണ് ഭാര്യ. റിഫ ഫാത്തിമ, മുഹമ്മദ് റിഷാൻ, റിൻഷ എന്നിവർ മക്കളാണ്. കേരള വിഷൻ, തിരൂരങ്ങാടി.